നമസ്തേ. ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അത്തം നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഈ വരുന്ന മേടം മാസം മുതൽ, അതായത് 2024 മേടം മുതൽ 2025 മേടം വരെയുള്ള കാലയളവിൽ അത്തം നക്ഷത്രക്കാർക്ക് വരാനുള്ള ദോഷ ദുരിത ഫലങ്ങളെപ്പറ്റിയും നല്ല കാലത്തെപ്പറ്റിയുമൊക്കെയാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അത്തം നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരും മാനസികമായി പക്വതയുള്ളവരും അടുക്കും ചിട്ടയോട് കൂടിയവരും ലാളിത്യം ഇഷ്ടപ്പെടുന്നവരും നിഷ്കളങ്കരും ദീർഘായുസുള്ളവരും ആയിരിക്കും. ഇവർ കുലീനരും വിദ്യാസമ്പന്നരും അധ്വാനികളുമായിരിക്കും. അതുപോലെ തന്നെ ആരെയും ആകർഷിക്കുവാൻ കഴിവുള്ളവരും മനോഹരമായ മന്ദസ്മിതത്തോടു കൂടിയവരുമുള്ളവരും, അതായത് പുഞ്ചിരിയുള്ളവരും ക്ഷമാശീലരുമായി കണ്ടുവരുന്നു. അത്തം നക്ഷത്രക്കാർ തൻ്റെ ആഗ്രഹങ്ങളെ മറച്ചുവെച്ച് പെരുമാറുന്നവരായിരിക്കും. വരെ തൻ്റെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് സാധാരണഗതിയിൽ പ്രകടിപ്പിക്കാറില്ല. പക്ഷേ പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. അതായത് ജന്മഗ്രഹനില അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫലങ്ങൾ കുറച്ച് മറിഞ്ഞും വരാം. പക്ഷേ പൊതുവെ നല്ല വാക്സാമർഥ്യമുള്ളവരും അധ്യാപകരും ശില്പി, പത്രപ്രവർത്തകർ, ഭാഷാ പണ്ഡിതൻ, ഓഡിറ്റർ, എഞ്ചിനീയർ എന്നീ മേഖലകളിൽ വളരെ നന്നായി ശോഭിച്ചു വരുന്നത് കണ്ടുവരുന്നുണ്ട്. ചന്ദ്രൻ്റെ നക്ഷത്രവും ബുധൻ്റെ രാശിയുമായതുകൊണ്ട് വലിയ തത്വങ്ങൾ പറയുന്നവരും മിടുക്കരായിരിക്കും. 2024 ഈ മേടമാസ കാലത്തും ഈ വിഷു ഫലത്തിലും അത് പ്രകടമായിരിക്കും. കൊല്ലവർഷം 1199 ആണ്ടും 1200 ആണ്ടുമാണ് നമ്മളിപ്പോൾ വരുന്ന ഈ മേടമാസ ഫലം കടന്നു പോകുന്നത്. ഈ ഒരു വർഷ കാലയളവിൽ ഏഴരശനി, കണ്ടകശനി, ശനിദേവനെ കൊണ്ടുള്ള ദോഷദുരിതങ്ങൾ, അതുപോലെ തന്നെ വ്യാഴത്തെ കൊണ്ടുള്ള അഷ്ടമത്തിൽ വ്യാഴം, അതായത് ജന്മത്തിൽ വ്യാഴം തുടങ്ങിയ ദോഷദുരിതങ്ങളും, അതായത് ഗ്രഹങ്ങൾ ചാരവശാൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ദോഷദുരിതങ്ങളാണ്, മാനവരാശിക്ക് സംഭവിക്കുന്ന ദോഷദുരിതങ്ങളാണ്. അതൊന്നും തന്നെ ഈ വരുന്ന മേടമാസ കാലഘട്ടത്തിലും അടുത്ത മേടമാസ കാലഘട്ടത്തിലും ഇടയ്ക്ക് വരുന്ന ഈ കാലയളവിൽ അത്തം നക്ഷത്രക്കാർക്കില്ല. അതായത് ഈ ഒരു വർഷത്തെ വിഷു ഫലത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല ഫലങ്ങളാണ്. ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും. കർമ്മരംഗത്ത് ഉയർച്ച, ദൈവാനുകൂല്യം, സാമ്പത്തിക ഭദ്രത എന്നിവയുണ്ടാകും. അനുകൂലമായ സ്ഥലമാറ്റം, നേതൃപദവി എന്നിവ ലഭിക്കും. മേലധികാരികളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകാനിടയുണ്ട്. വ്യാപാരികൾക്ക് ലാഭവും നഷ്ടവും ഇല്ലാതെ മുന്നോട്ട് വ്യാപാരം കൊണ്ടുപോകാനായി 2025-24 കാലഘട്ടത്തിലെ ഈ വിഷു ഫലത്തിൽ കണ്ടുവരുന്നുണ്ട് അത്തം നക്ഷത്രക്കാർക്ക്. മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ ധാരണാശക്തി, അന്യദേശവാസം, കുടുംബസുഖം എന്നിവയുണ്ടാകും. കർക്കിടകം, ചിങ്ങം, കന്നിമാസങ്ങളിൽ വിഭവപുഷ്ടി, പുണ്യപ്രവർത്തികൾ, ശത്രുപീഡ എന്നിവയുണ്ടാകും. തുലാം, വൃശ്ചികം, ധനുമാസങ്ങളിൽ സൗഖ്യം. ധനുമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 അവസാനത്തോടുകൂടിയാണ്. ധനുമാസങ്ങളിൽ സൗഖ്യം, തൊഴിൽ ഔന്നത്യം, കാര്യവിജയം എന്നിവയുണ്ടാകും. മകരം, കുംഭം, മീനം മാസങ്ങളിൽ രോഗപീഡ, പ്രയോജനാനുകൂല്യം, ഇഷ്ടകാര്യലബ്ധി, ഉത്സാഹശീലം എന്നിവ സംഭവിക്കും. പുണ്യപ്രവൃത്തികൾക്കായി ധനം വിനിയോഗിക്കും അത്തം നക്ഷത്രക്കാർ. തൊഴിൽ രംഗത്ത് നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെടും. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. ധനാഗമന മാർഗങ്ങൾ വിപുലപ്പെടുത്തും. പ്രതിസന്ധികളെ വിവേകപൂർവ്വം അഭിമുഖീകരിക്കും. മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ നേതൃഗുണം, കീർത്തി, ഭാഗ്യാനുഭവം എന്നിവയുണ്ടാകും. 2024 തന്നെ കർക്കിടകം, ചിങ്ങം, കന്നിമാസങ്ങളിൽ വിദ്യാഭ്യാസ പുരോഗതി, കലാരംഗത്ത് നേട്ടങ്ങൾ, പ്രവർത്തന വിജയം എന്നിവയുണ്ടാകും. തുലാം, വൃശ്ചികം, ധനുമാസങ്ങളിൽ മനോവ്യാകുലതകൾ, ഉയർച്ച, ബഹുജന സമിതി എന്നിവയുണ്ടാകും. മകരം, കുംഭം, മീനം മാസങ്ങളിൽ മനസ്സിന് സന്തോഷം, സ്ഥിരത, മെച്ചപ്പെട്ട സാമൂഹ്യ നിലവാരം എന്നിവയുണ്ടാകും. ചുരുക്കത്തിൽ വിഷുഫലം അത്തം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. എങ്കിലും ചുരുക്കം ചില ദോഷഫലങ്ങൾ കൂടി ഇവർക്ക് 2024-25 വിഷുഫല കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആയുർകാരകനായ മന്ദൻ അഥവാ ശനി ശുക്രനൊത്ത് ജന്മത്തിൻ്റെ 7ാം ഭാവത്തിലൂടെയാണ് ഈ വരുന്ന വർഷക്കാലം ഇവർക്ക് കടന്നു പോകുന്നത്. രോഗപീഠങ്ങൾ, അതായത് അതുകൊണ്ട് തന്നെ രോഗപീഠകൾ, മാനസിക സംഘർഷം, മരണങ്ങൾ കേൾക്കാനിട വരിക, ശത്രുപീഠങ്ങളും സംഭവിക്കാം. ഗുരു അഥവാ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ഐശ്വര്യങ്ങൾ അറിയാതെ തന്നെ ഇവർ അത്തം നക്ഷത്രക്കാരുടെ അടുത്തേക്ക് എത്തുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഗുരുദേവൻ, അതായത് ഭാഗ്യസ്ഥാനത്തൂടെയാണ്, ഇവർ 9ാം ഭാവത്തിലൂടെയാണ് ഈ വരുന്ന മാസം കഴിഞ്ഞ് ഉള്ള ഒരു വർഷക്കാലം കടന്നു പോകുന്നത്. 2004 ഡിസംബർ കഴിഞ്ഞ് അന്യദേശ നാടുകളിൽ പഠനമോ തൊഴിലോ നോക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് അത് കിട്ടാനും അതിൽ ഉയർച്ചയുണ്ടാകാനും സാധ്യതയുണ്ട്. ചെറുപ്പക്കാരുടെ വിവാഹ തീരുമാനം നീണ്ടുപോകാനിടയുണ്ട്. തറവാട് വീട് പരിഷ്കരിക്കാനും പുതുക്കാനും പണം കണ്ടെത്തും. ഓഹരി വിപണിയിൽ നഷ്ടങ്ങൾ ഏർപ്പെട്ടേക്കാം. മക്കളുടെ വിവാഹം നടക്കും. കുടുംബ പ്രാരാബ്ദങ്ങൾ ചിലപ്പോൾ കടബാധ്യതകൾ സൃഷ്ടിച്ചേക്കാം. വലിയ മുതൽ മുടക്കുള്ള സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല.
മിഥുനം, തുലാം, വൃശ്ചികം എന്നീ മാസങ്ങളിൽ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ജാഗ്രത ഉണ്ടാകണം. തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. ബന്ധുമിത്രാദികളുടെ പിന്തുണ വലിയ ആശ്വാസമാകും. കൂട്ടുസംരംഭങ്ങളിലും ഉടമ്പടികളിലും പങ്കാളിയാകുമ്പോൾ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കുവാൻ 2024 വിഷു കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ അത്തം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. 2ാം ഭാവത്തിന് ബലഹീനത അനുഭവപ്പെടുന്നതിലാണ് ഇതിങ്ങനെ ഉണ്ടാകുക. പണമിടപാടിന് ജാമ്യം നിൽക്കുന്നത് ആലോചിച്ചിട്ട് വേണം. ദുർവ്യയങ്ങൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്, അതായത് അധിക ചിലവുകൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. കവടി പ്രശ്നം, സമയപ്രശ്നം, ജാതകം, ശത്രുദോഷം, അഭിചാരം, വിഘ്നദുരിതങ്ങൾ, കാലതാമസം, വിവാഹപൊരുത്തം, സമയദോഷം, വിവാഹ മുഹൂർത്തങ്ങൾ രചിക്കുവാൻ, ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങൾക്കും ജാതകം രചിക്കുവാൻ വേണ്ട ജ്യോതിഷ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കേണ്ട നമ്പർ 9553049953. എല്ലാവർക്കും നന്ദി, നമസ്കാരം.